റെഡ് സ്റ്റാർ ശക്തമായ ഒരു മുന്നേറ്റത്തിന്റെ പ്രയാണികം ഇവിടെ. തേർഡ് റൈറ്റ് 1-0 എന്ന നിലയിൽ മത്സരം പ്രദേശ് കന്തൽ ആദ്യ പോയിന്റ് സ്വന്തമാക്കുന്നു. മനോഹരമായ ഒരു ക്യാച്ചിലൂടെ ഉടനടി തിരിച്ചടി നൽകുകയാണ് റെഡ് സ്റ്റാർ കുറുന്തൂർ. ഇതാണ് ഗായം 1-1. ഒഫീഷ്യൽ ടൈം ഔട്ട് പ്രഖ്യാപിക്കുന്നു. കോഴിക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പിന് വേണ്ടി ബോണസിന് കാത്തിരിക്കുന്നു കോണികൾ. പക്ഷേ അങ്ങനെ ഒരു ബോണസ് അല്ല ഇവിടെ പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് കളിക്കാം. ബോണസ് എല്ലാം പോയിണ്ട്, ഞാൻ എടുക്കും. അജി റൈഡ് ചെയ്യുന്നു. 1-1 എന്ന നിലയിലാണ് നിലവിൽ. 1-1. അങ്കടിമുഖറിന്റെ മണ്ണിൽ ഇങ്ങോട്ട് സഞ്ചരിക്കുന്ന 50 വീടുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിന്റെ പേരാണ് ആമിന. It's a do or die. The third right. മനോഹരമായി പിടിച്ചു കിട്ടിയിരിക്കുകയാണ് പ്രദേശ് കുന്തൽ. 2-1. It's a third right. Do or die. മനോഹരമായ ഒരു ക്യാച്ചിങ്ങിലൂടെ പുഷ് ബാക്കിലൂടെ അവർ പോയിന്റ് കരസ്ഥമാക്കുകയാണ് റെഡ് സ്റ്റാർ കുറുന്തൂർ. 2-2. ഈക്വലൈസ് അഗെയിൻ. ഈക്വൽ പോയിന്റ്. പ്രദേശ് സാമിനിയുടെ മണ്ണിൽ ആരാണ് രാജാക്കന്മാരെന്ന് കണ്ടറിയണം. യാർക്ക് ജയം, യാർക്ക് പരാജയം, യാറും യാറാലും சொன்ன முடியாது.
പോയിന്റ് 2-2 എന്ന നിലയിലാണ്. മനോഹരമായ റൈഡിലൂടെ പോയിന്റ് കരസ്ഥമാക്കി താരം മടങ്ങുമ്പോൾ ഇവിടെ പോയിന്റ് സൂചിപ്പിക്കുന്നു പ്രദേശ് കന്തലിനെതിരെ റെഡ് സ്റ്റാർ 3, കന്തൽ 2. നിലവിൽ പോയിന്റ് 2-3 എന്ന നിലയിലാണ്. പോയിന്റ് ഇല്ലാതെ താരം മടങ്ങുന്നു. The third right, do or die. മത്സരം റെഡ് സ്റ്റാർ കുറുന്തൂരിന് അനുകൂലമായ പോയിന്റ് 4-2 എന്ന നിലയിലാണ്. 4 പേരടങ്ങുന്ന സംഘം കുറുന്തൂരിന്റെ ഉജ്ജ്വല പടയാളി പ്രവീൺ. റെഡ് സ്റ്റാറുകളുടെ വിശ്രമവേള ആവശ്യപ്പെടുന്ന നിമിഷം 2 പോയിന്റ് മാത്രം ലീഡ് പിടിച്ചു കളിക്കുകയാണ്. നൗ ദ പോയിന്റ് പ്രദേശ് കന്തൽ 2, റെഡ് സ്റ്റാർ കുറുന്തൂർ 4 എന്ന വിധത്തിലാണ് പോയിന്റ് നില. മനോഹരമായ ബ്ലോക്കിംഗ് പുഷിംഗ് ചെയ്ത് മടക്കി അയച്ചു താരത്തെ. ഇവിടെ 3ാമത്തെ പോയിന്റ് പ്രദേശ് കന്തലിന് അനുകൂലം 3-4 എന്ന നിലയിലാണ്. It's a third right, do or die. നിർണായകമായൊരു റൈഡ്. ഇവിടെ പോയിന്റ് 3-4 എന്ന നിലയിലാണ്. 3-4 പ്രദേശ് കന്തൽ 3, റെഡ് സ്റ്റാർ കുറുന്തൂർ 4 എന്ന നിലയിൽ. ഇവിടെ നിർണായകമായൊരു ഡൂ ഓർ ഡൈ റൈഡാണ്. പക്ഷേ അത് പിടിച്ചു കെട്ടി അവസാനം വലിഞ്ഞു മുറുക്കി റെഡ് സ്റ്റാർ കുറുന്തൂരിന്റെ കുറുനരികൾ. ഇവിടെ പോയിന്റ് സൂചിപ്പിക്കുന്നത് 5-3 എന്ന നിലയിലാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് വിരാമം കുറിക്കുന്നു. ഇതുവരെ ബോണസ് പോയിന്റ് എടുക്കാതെ ആ കോടി അങ്ങനെ നിൽക്കുകയാണ്. 5-3 എന്ന നിലയിൽ റെഡ് സ്റ്റാർ കുറുന്തൂർ 5, പ്രദേശ് കന്തൽ 3.
ശ്രദ്ധിക്കുക, കാണികളെ ശ്രദ്ധിക്കുക. അവസാന 5 മിനിറ്റ് വിളിക്കും വരെ ബോണസ് എടുത്തില്ല എങ്കിൽ ലാസ്റ്റ് 5 മിനിറ്റ്സിന് ശേഷം ആരാണ് ആദ്യ പോയിന്റ് എടുക്കുന്നത് അയാൾ ലക്കടിപ്പ് വിഡ്രോവൽ നിർവഹിക്കും. അഞ്ച് 3 ബ്രദേഴ്സ് കന്തൽ 5 സോറി 3 റെഡ് സ്റ്റാർ 5. മനോഹരമായി തന്നെ പോയിന്റ് അടിച്ചു മടങ്ങുന്നു. അവിടെ 4-5 എന്ന നിലയിലാണ് നിലവിൽ 4-5. ഇവിടെ മത്സരം 5-5 എന്ന നിലയിൽ മൊഞ്ചുള്ള പോയിന്റാണ്. നല്ല പഞ്ച് പിടിച്ച് മത്സരിക്കുകയാണ്. പഞ്ചത്തിലിമ്പമോടെ 5-5. യെസ്, മൊഞ്ചുള്ള കൊഞ്ചുന്ന പോയിന്റ് 5-5. പോയിന്റ് ഇല്ലാതെ റൈഡർ മടങ്ങുന്നു. അവിടെ 5-5 എന്ന നിലയിലാണ്. ഇത്രയും മനോഹരമാകുന്ന നിലയിൽ സഹകരണവും സഹവർത്തിത്വവും തന്ന കാണികളെ നിങ്ങൾക്ക് നന്ദി. ഇതൊരു പ്രചോദനമാണ്. അടുത്ത വർഷം ഇതേപടി ഇവിടെ കായിക മത്സരം കബഡി ഇനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ നമ്മൾ അതിനെ ഏറ്റെടുക്കുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സഹകരണം, മനോഹരമായ ഒരു റൈഡിംഗ് മികവ്. 2 പോയിന്റ് നേടി റെഡ് സ്റ്റാർ കുറുന്തൂരിന്റെ മുന്നേറ്റം 7-5 എന്ന നിലയിലാണ്. 7-5 നിർണായകമായ നിമിഷങ്ങളെ പിന്തുടരുകയാണ് നമ്മൾ. വിജയപരാജയത്തിന്റെ കാലുഷത്തിനപ്പുറത്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രകടമാകുന്ന നിമിഷങ്ങൾ. യെസ് ജി, പന്തൽ വീണ്ടെടുത്ത് നിന്ന് വീണ്ടെടുക്കുന്ന താരമാണിത്. ഒറ്റയാൾ പോരാട്ടം നടത്താൻ വൺ മാൻ ആർമി, വൺ മാൻ ഷോ. പോയിന്റ് കരസ്ഥമാക്കി ചുമടക്കുമ്പോൾ അവിടെ പ്രദേശ് കന്തലിന് അനുകൂലമായ ഒരു പോയിന്റ് 6-7. ഈ മത്സരത്തിന്റെ സംഘാടകർക്കുള്ള ജെയ്സി സ്പോൺസർ ചെയ്യുന്നത്
കബഡി ഫാൻസ് കാസർഗോഡാണ്. അതിന് ചുക്കാൻ പിടിച്ച അബ്ദുറഹ്മാൻ മണിയമ്പാർ അദ്ദേഹത്തിന് ഹൃദയംഗമമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അത് 0.67 ഒറ്റ പോയിന്റ് വ്യത്യാസം, ഒരൊറ്റ പോയിന്റ്. ഒരാളിവിടെ ആറ്റുനൂറ്റ് പോറ്റി ഒരു കോഴി പോകാന്നതിന്റെ ദുഃഖത്തിലാണ്. ചന്ദ്രഹാസ റൈ അവർകളാണ് ആ കോഴി സ്പോൺസർ ചെയ്യുന്നത്. ലാസ്റ്റ് 5 minutes ഫോർ ദി ഫുൾ ടൈം. ഇനി ആദ്യ പോയിന്റ് എടുക്കുന്ന താരത്തിനാണ് ലക്കടിപ്പ് ഡ്രോ ചെയ്യാനുള്ള അവസരം ലഭിക്കുക. ക്യാച്ചിനല്ല, റൈഡറിന്. കൃത്യമായ പോയിന്റ്, 2 പോയിന്റ് കരസ്ഥമാക്കി കുറുന്തൂരിന്റെ കുറുനരികൾ ആട്ടം തുടങ്ങി. 9-6 ആ താരം ലോഡ്സ് ചെയ്യുകയാണ്. ഇവിടെ ഒഫീഷ്യൽ ടൈം ഔട്ട്. ഇതാ ആരാണ് ആ കോടിയുമായി ചന്ദ്രഹാസ റൈ സ്പോൺസർ ചെയ്യുന്ന മോഹിച്ചെടുത്ത ഒരു നമ്പറാണ് 1062. 1062. ഈ രൂപത്തിൽ ഒരു കൂപ്പൺ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂവിയിട്ട് കാര്യമില്ല, ഒരൊറ്റ കൂപ്പൺ. 1062. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ദ പ്ലേ. തേർഡ് റൈറ്റ്. 6-9 എന്ന നിലയിലാണ് മത്സരം. കൃത്യമായി നിർണായകമായ ഒരു റൈഡ് കാഴ്ചവെക്കുകയാണ്. പോയിന്റ് എടുത്ത് താരം മടങ്ങുമ്പോൾ 7-9. ലാസ്റ്റ് 4 minutes ഫോർ ദി ഫുൾ ടൈം. 4 മിനിറ്റ്. ഇനിയുള്ള 4 മിനിറ്റ് വിജയത്തിനും പരാജയത്തിനും ഇടയിലുള്ള വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. ഇവിടെ റെഡ് സ്റ്റാർ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നു. 9 പോയിന്റ് നേടുന്നു. മറുഭാഗം 2 പോയിന്റ് അകലം. 2 point difference. 2 പോയിന്റ് അന്തരം. Now the match is going. யாருக்கு ஜெயம், யாருக்கு பராஜயம், யாரும் யாராலும் சொல்ல முடியாது. മഞ്ജു രക്ഷകനാവാൻ മഞ്ജു പ്രദേശ് കന്തലിന്റെ രക്ഷകനായി മാറുമോ? കുരുന്തൂരിന്റെ പടയാളികൾ പോർക്കാളങ്ങളെ പോലെ കച്ചകെട്ടി ഇറങ്ങി നിൽക്കുകയാണ്. നല്ലൊരു കൈയടി, എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി നൽകാം. മത്സരം അതിന്റെ കഠോര നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നിർണായകമായ ഒരു റൈഡിംഗ് സിറ്റുവേഷൻ. ലാസ്റ്റ് 3 minutes. അവസാനം 3 മിനിറ്റ് മത്സരം ബാക്കി നിൽക്കുകയാണ്. 2 പോയിന്റ് വ്യത്യാസം. 9-7 പ്രദേശ് കന്തൽ. മത്സരത്തിന്റെ കഠോര നിമിഷങ്ങൾ. 9-7. മനോഹരമായ പോയിന്റ് കരസ്ഥമാക്കി മടങ്ങുമ്പോൾ ഇത്തവണ ആവേശകരമായ മത്സരം. 2 പോയിന്റ് കരസ്ഥമാക്കി താരം മടങ്ങുമ്പോൾ സ്കോർ ബോർഡ് അപ്പത്തിനൊപ്പമാണ്. പല്ലാവലം ഇഞ്ചോടിന്റെ പോരാട്ടം. 9-9. 2 മിനിറ്റ് മത്സരം ബാക്കി നിൽക്കുകയാണ്. ലാസ്റ്റ് 2 minutes ഫോർ ദി ഫുൾ ടൈം. ക്യാപ്റ്റൻ നോട്ട്സ് ലാസ്റ്റ് 2 minutes ഫോർ ദി ഫുൾ ടൈം.
ആവേശകരമായ മത്സരത്തിന്റെ പ്രതിധ്വനി അത്യന്തം വീറും വാശിയും നിറയുന്ന ആവേശം. It's a third ride. 2 minutes. Do or die ride. മനോഹരമായ അതിശക്തമായ കൃഷി. Bother out. ഇവിടെ വീണ്ടും Now the clear the point. Bother out വിളിക്കുകയാണ് officials. ഇവിടെ പോയിന്റ് 10 മാറ്റ് തങ്കത്തനിമയിൽ 10-10. Now the 10 each. വിടാതെ വിട്ടുകൊടുക്കാതെ മത്സരം. പോയിന്റില്ലാതെ റൈഡർ മടങ്ങുന്നു. 10-10 എന്ന നിലയിലാണ്. ലാസ്റ്റ് ഒരൊറ്റ മിനിറ്റ് മത്സരം. 60 സെക്കൻഡ് മത്സരം ബാക്കി നൽകുന്നു. Now the match 10 each. 10-10. 4 പേരടങ്ങുന്ന സംഘത്തെ അംഗബലം കൊണ്ട് കീഴ്പ്പെടുത്താൻ അജി. ഒറ്റയാൾ പോരാട്ടത്തിന്റെ പുനർചിന്തനങ്ങളിലേക്ക് അവസാന നിമിഷം എന്തും സംഭവിക്കാമെന്ന മട്ടിൽ കൃത്യമായ പോരാട്ടത്തിന്റെ പോർക്കളം തുടങ്ങുന്നു. ഇവിടെ 11-10 എന്ന നിലയിലാണ്. അജിയെ വീഴ്ത്തുകയാണ് പ്രദേശ് കന്തലിന്റെ എതിരാളികളായ 2 സ്റ്റാർ പുരന്തൂർ. ഓരോ നിമിഷങ്ങളും ഓർത്തെടുക്കേണ്ട നിമിഷങ്ങളായി മാറുന്നു. ശ്രദ്ധിക്കുക, ദയവ് ചെയ്താലും കളത്തിലിറങ്ങരുത് പ്ലീസ്. ദയവ് ചെയ്ത് കാണികൾ ഗ്രൗണ്ടിൽ ഇറങ്ങരുത്. കാണികളൊന്ന് മാറി നിൽക്കും പ്ലീസ്. ഒരു മിനിറ്റ് വിളിച്ചിട്ട് അവർ 2 റൈഡല്ല പോയിന്. അങ്ങനെ ഒരു സെക്കൻഡ് ബാക്കിയാവില്ല. ഒരു സെക്കൻഡ് ബാക്കിയാവും. ശ്രദ്ധിക്കുക, കാണികളൊന്ന് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വരിക. ഒഫീഷ്യൽസ് പ്ലീസ് കം ഹിയർ. Official, please come here.
Asif and officials, please come fast. ദയവ് ചെയ്ത് കാണികളൊന്നും മാറി നിൽക്കും പ്ലീസ്. ഇങ്ങനെ കൊടുക്കണോ പോയിട്ട് എത്ര പെട്ടെന്ന് ഔട്ട് കഴിഞ്ഞു ദയവുചെയ്ത് ഇവിടെ എല്ലാവരും മാറുക പ്ലീസ്. റെഡ് സ്റ്റാർ പുറത്തൂർ അതോടൊപ്പം പ്രദേശങ്ങൾ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. മറ്റുള്ള കാണികളെല്ലാം ഒന്ന് മാറുക പ്ലീസ്. മറ്റുള്ളവരൊക്കെ ഒന്ന് മാറുക പ്ലീസ്. കാണികളടക്കമുള്ളവർ, രണ്ട് ടീമിന്റെ താരങ്ങളടക്കം ഇവിടെ നിൽക്കുക. ബാക്കിയുള്ളവരൊക്കെ മാറുക പ്ലീസ്. ഇവിടെ നല്ലവരും മാറുക. മത്സരം റെഡ് സ്റ്റാർ പുറന്തൂർ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. മത്സരത്തിന്റെ ആവേശകരമായ മുഹൂർത്തങ്ങളിൽ റെഡ് സ്റ്റാർ പുറന്തൂർ മത്സരത്തിന്റെ ചാമ്പ്യന്മാരായി മാറുകയാണ്. ഇനി നമ്മൾ സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. കോർട്ടിലെ മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ ഞങ്ങൾ വിടവാങ്ങുകയാണ്. ഈ മനോഹരമായ മത്സരത്തിന്റെ പ്രതിധ്വനി മുഴക്കി ആവേശകരമായ മത്സരത്തിന്റെ ഫൈനലിസ്റ്റിൽ കൃത്യമായ പോരാട്ടം നടത്തി റെഡ് സ്റ്റാർ പുറന്തൂർ അവർ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അത് ഓന് പണ്ട അമ്മി പണ്ട ഞാൻ അമ്മി കൈയിട്ട് പണ്ടത്തെ ഓനെല്ലാം ഉണ്ടല്ലോ ഡാൻസ്
പറയുന്നു പറയുന്നത് കളി ടൈയാട്ടി ഞാൻ അല്ലേ അതിലും ഭയങ്കര തുണി അടിച്ചേക്കണത് ആ രണ്ടെണ്ണം ആർക്കും ബന്ധ പിടി കിട്ടിയിട്ടില്ല എല്ലാം ലൈവ് ഇപ്പോൾ നോക്കുന്നുണ്ട് അതേ എടുത്തോളൂ അങ്ങ് പാടെടുത്തു തോന്നുന്നു പ്രിയമുള്ളവരെ ഒന്ന് അല്പം പിറകിലോട്ട് പ്ലീസ്. ഇവിടെ നിൽക്കുന്നവരൊന്ന് അല്പം പിറകിലോട്ട്. നമുക്ക് മത്സരത്തിന്റെ സമ്മാനദാന വിതരണം നടത്തുകയാണ്. പിന്നെ ട്രോഫി ഒന്ന് എടുത്തിക്കോ. അങ്ങനെ പൊക്കും ടേബിൾ എടുക്കാം. സംഘാടക സമിതി അംഗങ്ങളൊന്ന് സഹകരിക്കുക പ്ലീസ്.
ഓക്കെ, അവിടെ മതി. കുറച്ച് ബാക്ക് പോരെ, കുറച്ച് ബാക്ക്. പ്രിയമുള്ളവരെ, പ്രദേശാമിനെ സംഘടിപ്പിച്ച ഉജ്ജ്വലമായ കബഡി ഫെസ്റ്റിന്റെ ആവേശഭരിത മുഹൂർത്തങ്ങളിൽ നൽകിയിരിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങളെ വന്നെത്തിയിരിക്കുകയാണ്. രാവിലെ 11:30 മണി മുതൽ ഈ സമയം വരെ കൃത്യമായ പോരാട്ടത്തിന് കാഴ്ചവെച്ച ടീം അംഗങ്ങൾക്കെല്ലാം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സഹകരിച്ചവർ, സഹായിച്ചവർ, കൂടെ നിന്നവർ, കൂട്ടുനിന്നവർ എല്ലാവർക്കും ഹൃദയംഗമമായി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രദേശാമിനെ ഒരു ടാസ്കിന് ഇറങ്ങിയതാണ്. ആദ്യമായിട്ടാണ് ഒരു കളി ഇവിടെ സംഘടിപ്പിക്കുന്നത്. യാമിനിയുടെ മണ്ണിൽ പ്രദേശാമിനി എന്ന ഒരു മനോഹരമാകുന്ന സംഘടനാ വൈഭവം ഉണ്ടാക്കി ആദ്യമായി ഒരു കളി സംഘടിപ്പിക്കുമ്പോൾ തന്നെ കാണികളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, താരങ്ങളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും, സ്പോൺസർഷിപ്പിൽ നിന്നുമൊക്കെ നല്ല സഹകരണവും സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിലുള്ള സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഇത് സംഘാടകരുടെ മാത്രം വിജയമല്ല, നിങ്ങളുടെ കൂടി വിജയമാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ മത്സരത്തിന്റെ പ്രസന്റേഷൻ സെറമണിയിലേക്ക് കടക്കുകയാണ്. ഈ മത്സരത്തിന്റെ ഒഫീഷ്യൽ സ്ഥാനം നിർവഹിച്ച കുട്ടികുമ്പള ആസിഫ് വായിക്കട്ടെ, അതോടൊപ്പം അൻസാർ അങ്കടിമുഖർ, ഷെരീഫ് മലങ്കര തുടങ്ങിയവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ആദ്യമായി ബെസ്റ്റ് ക്യാച്ചർ വിളിക്കുകയാണ്. നോ ദ ബെസ്റ്റ് ക്യാച്ചർ. മത്സരത്തിന്റെ പിടികിട്ടാത്ത നിമിഷങ്ങളിലത്രയും പിടിച്ചടക്കിയ വമ്പൻ ആവേശത്തിന് അലമാല തീർത്തപ്പോൾ കുരുന്തൂരിന്റെ മണ്ണിലേക്ക് കയറി വന്നവരെയൊക്കെ പിടിച്ചു കെട്ടാൻ ഒരാളുണ്ടായിരുന്നു അവിടെ. കുരുന്തൂരിന്റെ മണ്ണിലേക്ക് ഇരച്ചു കയറി പലരും പല രീതിയിലും പല ഭാവത്തിലും, എന്നാൽ ഒരൊറ്റ ഭാവം കൊണ്ട് അതിനെയൊക്കെ തടയിട്ട് നിർത്തി ഒരു റൈഡർ. ആ റൈഡറെ തടയിട്ട് നിർത്തുമ്പോൾ ക്യാച്ച് കൊണ്ട് അമ്മാനമാടി ഒരു പ്രതിഭാശാലി ഉണ്ടായിരുന്നു. ആ പ്രതിഭയ്ക്ക് സമ്മാനം നൽകുന്നത് പ്രവീൺ ഡിസൂസയാണ്. അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രവീൺ ഡിസൂസയാണ് ആ സമ്മാനം നൽകുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് ആരാണ് ബെസ്റ്റ് ക്യാച്ചർ? യെസ്, അത് ശരത്താണ്. പ്ലീസ് വെൽക്കം ശരത്. ശരത്തിനുള്ള സമ്മാനം ഇവിടെ വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി പ്രദേശാമിനിയുടെ മണ്ണിലെ പടക്കുതിരകൾക്ക് നിശ്ചിതത്വത്തിന്റെ തൂവാലുകൾ സമ്മാനിച്ച് അമിതാവേശം നിറഞ്ഞ ടീമുകൾക്ക് അത്രയും ഇടിനിനാദം മുഴക്കി എതിരാളികളെ കിടുകിടാ വിറപ്പിച്ച ഒരു റൈഡർ ഉണ്ടായിരുന്നു ഇവിടെ. എതിരാളികൾക്ക് മുമ്പിൽ ചടുലതാള താണ്ഡവമാടാൻ ഏത് വമ്പന്മാരെയും പിടിച്ചുകെട്ടി കൊണ്ടുവരാൻ കേൾപ്പുള്ള അഭിനവ താണ്ഡവമാടിയ ഉജ്ജ്വലനായ റൈഡർ പ്രവീൺ. പ്ലീസ് കം ഹിയർ. അത് നൽകുന്നതിന് വേണ്ടി രമേശിനെ ക്ഷണിക്കുകയാണ്. രമേശാണ് അത് നൽകുന്നത്. നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ നമുക്കത് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ റൈഡർ ഓഫ് ദിസ് ടൂർണമെന്റ് മിസ്റ്റർ പ്രവീൺ, ഹാൻഡ് ഓവർ ദ മൊമെന്റ് മിസ്റ്റർ രമേശ്. ഇനി ആവേശം അലമാല തീർക്കും. അതിർവരമ്പില്ലാത്ത പോരാട്ടത്തിന്റെ നൈപുണ്യമുയരും. ടൂർണമെന്റിലെ കിടിലോൽ മത്സരങ്ങളിൽ ആരാധക നിബിഡങ്ങളെ കൈയടക്കിക്കൊണ്ട് തന്റെ ടീമിനെ ക്വാർട്ടർ ഫൈനലിന്റെ വക്കിൽ, സെമി ഫൈനലിന്റെ വക്കിൽ അടിസ്ഥാനമാക്കി വിജയത്തിന്റെ പേര് മുഴക്കിയ ബെസ്റ്റ് ഓൾറൗണ്ടർ ഓഫ് ദി ടീം. കനൽപഥം നിറഞ്ഞ വഴികളിൽ അത്രയും എതിരാളികൾക്ക് മുമ്പിൽ താണ്ഡവമാടിയ, ഏത് സാഹചര്യങ്ങളിലും തന്റേതായ മികവ് കൊണ്ട് ടീമിനെ പിടിച്ചടക്കി കൈയടക്കി കൈവെള്ളയിലിട്ട് അമ്മാനമാടാൻ കഴിവുള്ള ഒരു പ്രതിഭാശാലി. ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോർ ദി ടീം, ദ കന്തൽ സൈഡ്, മിസ്റ്റർ അസീസ് കന്തലാണ് ബെസ്റ്റ് ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കുന്നത്. അത് നൽകുന്നതിന് വേണ്ടി അശോക് ആമിനയെ ക്ഷണിക്കുകയാണ്. അശോക് ആമിന, പ്ലീസ് വെൽക്കം. നല്ലൊരു കയ്യടിയോടുകൂടി ഉപഹാരം സമർപ്പിക്കുകയാണ്. ഇനി അടുത്തത് ടൂർണമെന്റ് ഹീറോ നിശാന്താണ് അത് നൽകുന്നത്. അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ടൂർണമെന്റ് ഹീറോയായി തിരഞ്ഞെടുക്കുന്നത് എതിരാളികൾ വമ്പന്മാർ, കില്ലാടികളാണവർ. എതിർത്ത് തോൽപ്പിക്കാൻ വരുമ്പോൾ ഏത് അടവും പയറ്റി തെളിക്കുന്ന ആയോധന മുറകളിലെ അഭ്യാസികളാണ്. അവർക്ക് മുമ്പിലൊക്കെ പോയി കയറി എടുത്തു വരണമെങ്കിൽ അത് കബഡിയുടെ ആവേശം മലമാല പോലെ തിരിതെളിയണം. പേടിയുണ്ടാകരുത്. ഒട്ടും ഭയമില്ലാതെ, അശേഷം ലാഞ്ചന പോലുമില്ലാതെ എതിരാളികൾക്ക് മുമ്പിൽ സംഹാര താണ്ഡവമാടണം. അങ്ങനെയൊരു മുത്തുണ്ടായിരുന്നു ഇവിടെ. ആരാണവൻ?
ആരാണവൻ? അത് SKSന്റെ പടയാളിയാണ്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ മുത്തേഷ്. SKSന്റെ പടവീരൻ മുത്തേഷാണ് ആ ഉജ്ജ്വലനായ പ്രതിഭ. യെസ്, ലെറ്റ്സ് വെൽക്കം. നല്ല കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നിശാന്താണ് ഇവിടെ നൽകുന്നത്. ദിസ് ഈസ് എ ടൂർണമെന്റ് ഹീറോ മുത്തേഷ് ഹാൻഡ് ഓവർ ദ മൊമെന്റ് മിസ്റ്റർ നിശാന്ത്. ഇനി നാലാം സ്ഥാനക്കാർക്കുള്ള സമ്മാനദാന വിതരണത്തിലേക്ക് കടക്കുകയാണ്. പ്രതിഭകളെത്തി, പ്രതിഭാശാലികളെത്തി, വളരെ ദൂരെ നിന്ന് ടീമുകളെത്തി, ക്ഷണിച്ചവരൊക്കെ അതിഥികളായി വന്ന് സംബന്ധിച്ച് കൃത്യമായ സമയത്ത് അനൗൺസ്മെന്റ് ചെയ്തു ടീമുകൾ ഇറങ്ങണമെന്ന്. ഇറങ്ങി അങ്ങനെ 9 മണിക്ക് തന്നെ സെമി എൻറ്റർ ചെയ്തു. പിന്നെ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുമ്പോൾ കാണികളെ മുഷിപ്പിക്കാതെ എല്ലാ മത്സരങ്ങളും 1.5 മത്സരങ്ങളാക്കി മാറ്റി. അങ്ങനെ വരുമ്പോൾ നാലാം സ്ഥാനക്കാരായി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ മത്സരത്തിന്റെ ട്രോഫി നൽകുന്നതിന് വേണ്ടി പൃഥ്വിരാജിനെ ക്ഷണിക്കുകയാണ്. പൃഥ്വിരാജ്, നല്ലൊരു കൈയ്യടി പൃഥ്വിരാജിന് നൽകണം. ഇതിന്റെ ഫിക്സർ നിർണയം, അതിന്റെ ആലേഖനം, അതിന്റെ ടീം സെറ്റപ്പ് എല്ലാം കൃത്യമാക്കി ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആ ട്രോഫി നൽകുന്നതിന് വേണ്ടി, ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പുത്തികയുടെ പടവീരന്മാരെ ക്ഷണിക്കുകയാണ്. SKS പുത്തിക. ലെറ്റ്സ് വെൽക്കം SKS പുത്തിക. ഇവർക്കുള്ള പ്രൈസ് മണി നൽകുന്നത് ബാലകൃഷ്ണ അവറുകളാണ്. ബാലകൃഷ്ണ അവരുടെ സ്നേഹത്തോടെ ആ പ്രൈസ് മണി നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. SKS പുത്തിക hand over the momentum Mr. Prithviraj and cash award will be pronounced by Balakrishna. അടുത്തത് വർണ്ണത്തിളക്കം തൂകിയ മത്സരങ്ങളിൽ രാവിലെ മുതൽ അചഞ്ചലമായ മുന്നേറ്റത്തിന്റെ പ്രായാണികങ്ങളിൽ നേരും നിറയുള്ള കളിക്ക് സാക്ഷ്യം വഹിച്ച നിമിഷങ്ങളിൽ അത്രയും പ്രതിപാദനന്മാർ കൊമ്പുകോർത്തപ്പോൾ അയൽവാസികളായ ബാഡൂരിന്റെ മണ്ണ്, ഇവിടെ ആമിനെ ഈ മണ്ണ് സംഘടിപ്പിച്ച പ്രദേശമാണെങ്കിലും അതിന് ചുക്കാൻ പിടിച്ച 2 ക്ലബ്ബുകളാണ്. ഒന്ന് യുവശക്തി അങ്കടിമുഖർ, മറ്റൊന്ന് നവചേതന ബാഡൂർ. 2 ടീമിനും നല്ലൊരു കയ്യടി നൽകുകയാണ് സംഘാടക സമിതിയിൽ നിന്നും. അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർണയിക്കപ്പെട്ടു, നല്ല രീതിയിൽ സഹകരിച്ചു. ഇവിടെ 3ാം സ്ഥാനവും അവർക്ക് തന്നെയാണ് ലഭിക്കുന്നത്. NYC ബാഡൂർ. ബാഡൂരിന്റെ മണ്ണിലെ വർണ്ണാഭം ജനിച്ച തിളക്കമാർന്ന അധ്യായം വിധിക്കുന്ന പ്രതിഭാശാലികൾ ബാഡൂർ. പ്ലീസ് കം ഹിയർ. അത് ഉമേഷ് ഷെട്ടിയാണ് അവർക്കുള്ള സമ്മാനദാനം വിതരണം നൽകുന്നത്. ഉമേഷ് ഷെട്ടിയെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഉമേഷ് ഷെട്ടിയാണ് അവർക്കുള്ള സമ്മാനം നൽകുന്നത്. അവർക്കുള്ള പ്രൈസ് മണി നൽകുന്നത് ഉദയകുമാർ റോയ് അവർകളാണ്. അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഉദയകുമാർ അവർക്കുള്ള പ്രൈസ് മണി സമ്മാനിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം ആൻഡ് ക്ലാപ്പ് ആൻഡ് എൻജോയ് ദ മൊമെന്റ്. ഇനി 2ാം സ്ഥാനക്കാർ. പിഴവോ അപാകതയോ ശരിയോ തെറ്റോ ഒന്നുമല്ല പ്രധാനം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്, അധിഷ്ഠിതമായ കായിക ഇനമാണ്. ഇവിടെ നടന്നത് ഇവിടെ കഴിഞ്ഞു. പിന്നെ അത് അങ്കലാപ്പിനോ പിന്നീടുള്ള ചർച്ചയ്ക്കോ പരിഹാരമോ നിർദ്ദേശമോ സ്ഥാനമോ ഇല്ല. കാരണം കളി അഴകിന്റെ രൂപങ്ങളാണ്. ഒരു പ്രൈസ് മണിക്കോ ഒരു ട്രോഫിക്കോ വേണ്ടിയിട്ടുള്ള മുന്നേറ്റമല്ല, മറിച്ച് തങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്വ ബോധം, കായിക ഇനത്തെ പ്രത്യുൽപാദനം, ദൈവികമായി കിട്ടുന്ന കഴിവിതൊക്കെയാണ് കായികം. എല്ലാവർക്കും കളിക്കാൻ കഴിയണമെന്നില്ല. കളിക്കാൻ കഴിയുന്നവർക്ക് ദൈവികമായി നൽകുന്ന അനുഗ്രഹമാണ്. അതിന്റെ സ്തുതി പാഠം. ഇവിടെ പിഴവോ താളപ്പിഴവോ പാദപ്പിഴവോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും പ്രധാനമായി കാണരുത്. ആദ്യമായി ആമിനയുടെ മണ്ണിൽ ഒരു കബഡി സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘാടക സമിതി. അങ്ങനെ ഉണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, അങ്ങനെ ഇല്ലെങ്കിൽ നല്ലതായി കാണുന്നു. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ആമിനയുടെ മണ്ണിലെ അതീവ ജാഗ്രത പൂണ്ട മത്സരത്തിന്റെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിൽ അവസാനം റണ്ണേഴ്സപ്പായി മാറിയവർ അവസാന നിമിഷങ്ങളിൽ അത്രയും വിജയത്തിന്റെ ആരവങ്ങൾക്കിടയിൽ ഉജ്ജ്വലമായ മുന്നേറ്റം കാഴ്ചവെച്ച് മലയാളക്കരയുടെ ഉത്തര മലബാറിന്റെ അത്യുത്തര കേരളത്തിന്റെ തുളുനാടിന്റെ സപ്തഭാഷ സംഗമഭൂമിയുടെ ഹൃദയം ചേർത്ത് പിടിച്ച മണ്ണിനോളം സ്നേഹമായി വാഴ്ത്തപ്പെടുന്ന ആരാധക നിബിഡയങ്ങളെ കോർത്തിണക്കിയ വമ്പൻ ടീം, the second runners up of the tournament, പ്രദേശ് കന്തൽ. പ്ലീസ് വെൽക്കം പ്രദേശ് കന്തൽ. ആ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രദേശ് കന്തലിന്റെ പടയാളികളെ ക്ഷണിക്കുകയാണ്. അത് MK ആനന്ദ അവർകളാണ് അത് നൽകുന്നത്. അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രദേശ് കന്തലിന്റെ ടീം മെമ്പേഴ്സിനെ സ്നേഹത്തോടെ സ്വാഗതം പറയുകയാണ്. ആ ക്യാഷ് അവാർഡ് നൽകുന്നത് ഫ്രാൻസിസ് ഡിസൂസയാണ്. അവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രദേശ് കന്തൽ
ഫ്രാൻസിസ് ഡിസൂസയാണ് അവർക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്നത്. വിജയത്തിന്റെ ആരവങ്ങൾ അസ്തമിക്കാത്ത നിമിഷങ്ങൾ ഇനിയും മുന്നേറാനുണ്ട്. അതിർവരമില്ലാത്ത പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ നിമിഷത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. Now the become the circumstances will be the runners of the team for these Skandal. Here on the Maker, next is Kingmakers. Next is King of the King, the champion of the champion. Rajakanmar, Sampurakanmar. കാകളം മുഴക്കി എത്തുന്നവർക്ക് മുമ്പിൽ കുറുനരികളെ പോലെ വിജയ താണ്ഡവമാടിയവർ, ആരവങ്ങൾ അസ്തമിക്കാത്ത കബഡിയുടെ രണഭൂമികയിലെ കില്ലാടികൾ, രജപുത്രന്മാർ, ഗജകേസരികൾ. One and only, that is Red Star Kurundur. Please welcome Red Star Kurundur. ചാമ്പ്യന്മാരാണവർ. അവർക്കുള്ള ഉപഹാരങ്ങൾ ശിവപ്പറയി നൽകുകയാണ്. ഉജ്ജ്വലമായ മുന്നേറ്റത്തിന്റെ പടക്കുതിരകളുമായി പടവീരന്മാർ പടക്കളത്തിൽ പടവെട്ടിയപ്പോൾ പിന്നെ പടക്കിറങ്ങിയവർ പോലും പേടിച്ചുപോയി. പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം വെളുത്തി പട. എന്നാൽ ഇവിടെ റെഡ് സ്റ്റാറിന്റെ പടയാളികൾ അടക്കി ഭരണം നടത്തി ആമിനയുടെ മണ്ണ്. ഈ മനോഹരമാകുന്ന ചരിത്രത്തിന്റെ നിമിഷങ്ങളിൽ, ഈ നാട് നിർത്തുന്ന നിമിഷങ്ങളിൽ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കാൻ റെഡ് സ്റ്റാറിന്റെ പടക്കുതിരികൾ. റെഡ് സ്റ്റാർ കൊളന്തൂർ. പ്രിയമുള്ളവരെ, ഇനിയും നമ്മൾ മുന്നേറേണ്ടതുണ്ട്. Thank you, Suraj Aditya. ഈ ടൂർണമെന്റിന് സ്വർഗം കൊണ്ട് മിന്നിച്ചേകിയ സിറാജ് എതിർത്തോടിന് നമ്മുടെ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ചന്ദ്രഹാസ് അവരെ ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സിറാജ് അവരെ ക്ഷണിക്കുന്നു. ടൂർണമെന്റിന് ശബ്ദം വലിച്ചേർന്നിരിക്കുക